ഈ സീസണിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാവുന്ന ഒരു എപ്പിസോഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീസൺ ഇത്രയും ഉയർന്ന റേറ്റിംഗിലേക്ക് എത്തിച്ചതിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് വലിയ പങ്ക് വഹിച്ച ജബ്രി കോംബോ എന്നറിയപ്പെടുന്ന ജാസ്മിൻ ഗബ്രി കോംബോ ഇന്നത്തോടെ അവസാനിക്കുകയാണ്. സോ വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇതുവരെയും നമ്മൾ എപ്പിസോഡിനകത്ത് കണ്ടിട്ടുള്ളത്. ആദ്യം ജാസ്മിനെയും ഗബ്രിയെയും അൻസിബയും അതുപോലെ തന്നെ ഋഷിയെയും എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു. നിങ്ങൾക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടിൽ പോയിരുന്ന് സംസാരിക്കാൻ പറയുന്നു. ജാസ്മിനും ഗബ്രിയും ആ ഒരു കോർണർ സോഫയുടെ അവിടെ പോയിരുന്ന് സംസാരിക്കുന്നു. മറ്റൊരു രണ്ടുപേരും അവരുടെ റൂമിൽ പോയിരുന്ന് സംസാരിക്കുന്നു. അതിനുശേഷം ഇവരെ പുറത്ത് ഗാർഡൻ ഏരിയയിലേക്ക് വിളിക്കുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് അൻസിബയും ഋഷിയും സേഫ് ആവുന്നു. ജാസ്മിനോടും ഗബ്രിയോടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറയുന്നു. അവിടെ വെച്ച് രണ്ടുപേരിൽ ഒരാൾ ഇന്ന് എന്നേക്കുമായി ഇവിടെ നിന്ന് പോകുമെന്ന് പറയുന്നു. എന്നിട്ട് ഇരുവരുടെയും മനോഹരമായ നിമിഷങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നു. സോ ഒരാൾ പുറത്താകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ജാസ്മിൻ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു. ഗബ്രി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നി. മേ ബി ഉള്ളിൽ വിഷമമുണ്ടാവും, പുള്ളി പിടിച്ചു നിൽക്കുന്നുണ്ട്. ജാസ്മിൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ പറയാം. അവിടെ വെച്ച് ഗബ്രിയെ കെട്ടിപ്പിടിച്ചൊക്കെ കരയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ചുവന്ന കർട്ടൻ മാറ്റുമ്പോഴേക്കും അതിൽ എവിക്റ്റഡ് ഗബ്രി എന്ന് പറയുന്ന ഗബ്രിയുടെ ഫോട്ടോയും കാണാം. സോ ഗബ്രി പുറത്തായി എന്ന് ഉള്ളത് ഉൾക്കൊള്ളാൻ പറ്റാതെ അലറി വിളിച്ച് കരഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളമുണ്ടാക്കുന്ന ജാസ്മിനെയാണ് കാണുന്നത്. അവനില്ലാതെ ഞാൻ ഇനി എങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ജാസ്മിൻ കരയുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. അപ്പോൾ ജാസ്മിനും ഗബ്രിയും പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. പുറത്തിറങ്ങിയതിന് ശേഷം നമ്മളിൽ ആരാണ് പോകുന്നതെന്ന് ഇവരെ അറിയുന്നതിന് മുമ്പ് ആ കോർണറിലിരുന്ന് സംസാരിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്, നമ്മളിൽ ഒരാൾ പോവുകയാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് കാത്തിരിക്കണം അടുത്തയാൾ വരുന്നത് വരെ, എന്നിട്ട് സംസാരിച്ച് ആലോചിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം എന്നാണ് ഗബ്രിയും അതുപോലെ ജാസ്മിനും പരസ്പരം പറഞ്ഞിരിക്കുന്നത്. അതെന്തോ ആകട്ടെ, അവർ പുറത്തിറങ്ങിയിട്ട് തീരുമാനിക്കട്ടെ. പക്ഷേ ജാസ്മിനെ മാനസികമായി തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഗബ്രിയുടെ പുറത്താകൽ. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം.